നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ ഇന്ന് ഈ കാണിക്കുന്ന വീഡിയോയിലുള്ളത്. അത് എവിടെയാണെന്നല്ലേ? അത് നമ്മുടെ കർണാടകത്തിലാണ്. നമ്മുടെ കേരളത്തിനടുത്ത കർണാടകത്തിൽ തന്നെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കർണാടകത്തിൽ ജോഗ് ഫോൾസ്. വെൽക്കം ടു ജോഗ് ഫോൾസ് എന്നുള്ള ബോർഡ് നിങ്ങൾ കണ്ടോ? ജോഗ് ഫോൾസ് അതായത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള, ഇന്ത്യയിൽ നിന്നുള്ള വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു വാട്ടർഫോൾ ആണ് ഈ ജോഗ് ഫോൾസ്. അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ നിന്ന്, വേൾഡിൽ തന്നെ ഏറ്റവും ഉയരത്തിൽ നിന്ന് വീഴുന്ന ഒരു വാട്ടർഫോളുകളിൽ ഒന്നാണ് ഈ പറയുന്ന ജോഗ് ഫോൾസ്. ജോഗ് ഫോൾസിൽ ആക്ച്വലി 3 ഫോൾസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിന് ഓരോന്നിനും ഓരോ വ്യത്യസ്ത പേരുണ്ട്. ആക്ച്വലി നമ്മൾ പോയതൊരു ജനുവരി മാസം ആയിരുന്നു. അതായത് ഡിസംബർ എൻഡ് ജനുവരി, അതായത് മഴയൊക്കെ തീർന്ന് അങ്ങനെയുള്ള ഒരു സമയത്തായിരുന്നു. പക്ഷെ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ആ ജോഗ് ഫോൾസിൻ്റെ കാഴ്ച ഉണ്ടല്ലോ, ഒരിക്കലും നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു നഷ്ടമായിട്ട് തോന്നില്ല. അത് നല്ല തിരക്കാണ്. അതായത് രാജ്യത്തിൻ്റെ, കർണാടകത്തിൻ്റെ, സൗത്ത് ഇന്ത്യയുടെ നല്ല രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഈ ജോഗ് ഫോൾസ് കാണാൻ വേണ്ടിയിട്ട്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം. അവിടെ നമുക്ക് നല്ല രീതിയിൽ അവർ താഴത്തൊക്കെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്, താഴത്തോളം ഇറങ്ങാൻ പറ്റില്ല, ഒരു എവിടത്തോളം നമുക്ക് പോകാൻ പറ്റും അത്രത്തോളമുള്ള ഭാഗങ്ങളിലൊക്കെ നല്ല സ്റ്റപ്പൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കുറേ ദൂരത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് കുറേ റിസോർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല, എങ്കിലും നമുക്ക് അപ്പുറത്തെ സൈഡിലൊക്കെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതിന് വേറെ വഴിയാണുള്ളത്. നമുക്ക് ജോഗ് ഫോൾസിൽ കാറ് കൊണ്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു ചാർജ് കൊടുക്കാനുണ്ട്. ഒരു 40 റുപ്പീസിൻ്റെ ടിക്കറ്റ് മുറിക്കാനുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഫോൾസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 വലിയ ഇതും ഒരു ചെറിയൊരു ഫോൾസുമായിട്ടാണ് കാണാൻ പറ്റുക. ഇത് ഏറ്റവും വലിയ, രാജ്യത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും ഉയരത്തിൽ നിന്ന് വീഴുന്ന ഫാൾസുകളിൽ ഒന്നാണ്, വാട്ടർ ഫാൾസുകളിൽ ഒന്നാണ്. അപ്പോൾ ഇത് നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ, നമ്മൾ എവിടെ പോകുന്നതാണെങ്കിലും നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ, നമ്മൾ ഇന്ത്യയിലുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് മാത്രമേ നമ്മൾ രാജ്യത്തിന് പുറത്ത് പോയിട്ട് കാര്യമുള്ളൂ അല്ലേ. നമ്മളപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് ഈ പറയുന്ന ജോഗ് ഫോൾസ്. അതായത് ജോഗ് ഫോൾസ് ഇപ്പോൾ നമ്മളെങ്ങനെയാണ് പോയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ കർണാടകത്തിലൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ മുംബൈയിലേക്ക് പോകുന്ന വഴി, അതായത് ഹുബ്ലിയിലേക്ക് പോകുന്ന വഴി ആണ് നമ്മളിപ്പോൾ ജോഗ് ഫോൾസിൻ്റെ ബോർഡ് കണ്ടത്. അവിടെ നിന്നൊരു 30 കിലോമീറ്ററാണ് കണ്ടത്. അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് വഴിതിരിച്ച് വിട്ടതാണ്. അതായത് നമ്മളും പ്ലാൻ ചെയ്ത് പോയതല്ല, നമ്മൾ അവിചാരിതമായിട്ട് ജോഗ് ഫോൾസിൽ എത്തിപ്പെട്ടതാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ഒരു 30 കിലോമീറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അവിടെ പോകുന്നതിന് പകരം ഏതായാലും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് നമ്മൾ പോയത്. അപ്പോൾ പോയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ബസ്സുകളും അവിടുന്ന് തന്നെ കുറേ സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുകളും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, നല്ല പാല് പോലെ ഇങ്ങനെ ഊർന്നിറങ്ങുന്ന വെള്ളം കണ്ടോ. അത്രയും, അതായത് ഇത് ജനുവരി മാസത്തിലാണ് എന്ന് കൂടി ഓർക്കണം. ഈ ഒരു ശക്തിയിൽ ഉള്ള വാട്ടർ ഫോൾസ് ഉണ്ടായത് ജനുവരി മാസത്തിലാണെന്ന് ഓർക്കണം. അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ മഴക്കാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. മഴക്കാലത്ത് എത്ര ശക്തിയായിട്ടായിരിക്കും അതിൽ നിന്നും താഴത്തേക്ക് പതിക്കുന്നത്. അതേപോലെ തന്നെ നമുക്കിതാ അതിൻ്റെ മറുകര നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ഞാൻ അത്രയും സൂം ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതായത് റിസോർട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അത് ഈ ഒരു റൂട്ടിലല്ല, അത് വേറെ തന്നെ വഴിയുണ്ട്. ആ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിലേക്ക് എത്തിച്ചേരാൻ പറ്റും. പിന്നെ അവിടെ നമുക്ക് വലിയ വണ്ടിയൊന്നും അല്ല എങ്കിൽ, നമുക്ക് വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് പുറത്ത് പാർക്ക് ചെയ്യാം. ചെറിയ വണ്ടി, കാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ജോഗ് ഫോൾസിനകത്ത് തന്നെ പാർക്കിംഗ് ഫീസ് കൊടുത്ത് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഗൈഡ്സ് നമുക്ക് വേണമെങ്കിൽ അവിടെ കിട്ടും. അതേപോലെ തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ എല്ലായിടയ്ക്കും മൊബൈൽ ക്യാമറ ഉള്ളതുകൊണ്ടൊന്നും ഫോട്ടോത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. എങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഓരോ ഭാഗത്തും കണ്ടോ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കെട്ടി താഴ്ത്തി വെച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ, അതേപോലെ ഒരു പകുതി വരെയൊക്കെ നമുക്കിങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കെട്ടി നല്ല പോകാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ മുകളിലാണ് നിൽക്കുന്നത്, അങ്ങ് താഴത്ത് വരെ ആൾക്കാരെ കണ്ടോ. അപ്പോൾ അതുവരെ നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന ഭാഗത്ത് വരെ അവർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റെപ്സൊക്കെ കെട്ടി ഇരിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 ഡേ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ പറയുന്ന ജോഗ് ഫോൾസ്. അതേപോലെ തന്നെ ആ ജോഗ് ഫോൾസിലേക്ക് പോകുന്ന വഴിയും നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ശരിക്കും ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിലുണ്ടല്ലോ, നല്ലവണ്ണം എൻജോയ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. നല്ല വളവുകളും തിരിവുകളൊക്കെയുള്ള അടിപൊളി റോഡുകളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ്. നമ്മളൊന്ന് തിരിച്ചു പോകുന്ന വഴി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ അതുകൊണ്ട് അവസാനമാണ് നമ്മൾ ആ തിരിച്ചു പോകുന്ന വഴി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നിങ്ങൾ കണ്ടു നോക്ക്, തിരിച്ചു പോകുന്ന ആ വഴി എങ്ങനെയുണ്ട്. നല്ല ഒരുപാട് വളവുകളും തിരിവുകളും ഉള്ള, റോഡുകളിൽ അധികം തിരക്കൊന്നുമില്ല, അത്യാവശ്യം ഉള്ള തിരക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ചിലപ്പോൾ മഴക്കാലം ആ ഒരു സമയത്തൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കൂടുതലായിരിക്കും തിരക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും തിരക്ക് കൂടുതലൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും, നമുക്ക് കേരളത്തിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ
എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംശയം ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാണ് പോകേണ്ടതെന്നോ എങ്ങനെയാണ് അവിടെ എത്തിച്ചേരേണ്ടതെന്നോ അവിടെ നമുക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ അടുത്ത് തന്നെ അവൈലബിൾ ആണ്. അതിനകത്ത് തന്നെ ഉണ്ട് കുറേ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടും നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല. അതിനകത്ത് തന്നെ ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമ്മൾ അറിയുന്നതാണെങ്കിൽ നമുക്ക് ഉത്തരം തരാൻ പറ്റുന്നതായിരിക്കും ഇതിനെക്കുറിച്ച്.